തമിഴ് വെട്ടിക്കഴകം നേതാവ് വിജയെ പരിഹസിച്ച് നാം തമിഴർ കക്ഷി നേതാവ് സീമാൻ വിജയ്ക്ക് മഴയത്ത് സംസാരിക്കാനാകില്ലെന്നും കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന പേപ്പർ നനഞ്ഞു പോകുമെന്നുമാണ് പരിഹാസം. അജിത്തും രജനീകാന്തും അവരുടെ പ്രശസ്തിയെ വിറ്റിട്ടില്ല. രാഷ്ട്രീയ കൂട്ടമാണോ കോമാളിക്കൂട്ടമാണോ വിജയുടേതെന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും സീമാൻ വിമർശിച്ചു. என்ன சீமான் என்னென்னமா பேசுறீங்க அப்படின்னு உனக்கு அப்படித்தாண்டா தெரியும். உனக்கு 5000 ஆண்டுகள் வழியை தூக்கி வர்ற மகனுக்கு தாண்டா வழி தெரியும். ஆவேசமா ஏன் பேசுற? வாங்கின அடி அவ்வளவுடா, வாங்கின அடி அவ்வளவு. இதயம் முழுக்க வலி. அந்த மொழிதான் வருது ஆவேசமா. இதயத்தில் நெருப்பு எரிந்தால் சில பொறிகள் வாய் வழியே வந்து விழுங்கிறான். அதாண்டா என்னுடைய மொழி. உன் மேல இருக்கிற அக்கறையில் தாண்டா இந்த ஆதங்கமும் இந்த ஆவேசமும் இந்த கோபமும் வருது. பைத்தியக்காரா என்னை இந்த கோபத்தை குறைக்க கூடாதா? எல்லாம் சரியா இருக்கு. இந்த சினத்தை குறைச்ச கூடாது. சினத்தை குறைச்சா சினிமாவிலே இருந்திருப்பானடா. நான் ஏன்டா இங்க வரணும்? அவன் என் தம்பி. நான் என்னுடைய உச்சத்தை விட்டு நான் அவ்வளவு வருமானத்தை விட்டு வானுவ வீட்டு வாசல எவன்டா நின்னா? உன் வாட்ச்மேன் கூட நிக்கலையடா. ஏன்டா இந்த மாதிரி பேச்சலைற? മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, വിജയ് ഒരു പര്യടനം അങ്ങനെ തമിഴ്നാട്ടിൽ തുടങ്ങി വെച്ചു. ആ തുടങ്ങി വെച്ച ദിവസം തന്നെ രജനീകാന്തിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. അവിടെ DMK അധ്യക്ഷൻ സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇപ്പോൾ സീമാന്റെ വക കൊടിയ പരിഹാസം. ഗോകുൽ, കനത്ത പരിഹാസമാണ് സീമാൻ വിജയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വിജയ്ക്ക് മഴയത്ത് സംസാരിക്കാൻ കഴിയില്ല എന്ന് സീമാൻ പറഞ്ഞതാണ്. അതായത് പ്രധാനമായും രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ പേപ്പറിൽ എഴുതിയ പ്രസംഗമല്ല വായിക്കാറുള്ളത്. അവർ അവരുടെ ഉള്ളിൽ നിന്ന് ജനങ്ങളുടെ വിഷയങ്ങൾ തൊട്ടറിഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിജയ് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന് വായിക്കുകയാണ് എന്നാണ് സീമാൻ പറഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന പേപ്പർ നനഞ്ഞു പോയാൽ വിജയ്ക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് അജിത്തും രജനീകാന്തും ഒന്നും അവരുടെ പ്രശസ്തിയെ വിറ്റിട്ടില്ല. MGRനെ സിനിമാക്കാരനെന്ന് മാത്രം പറയാൻ കഴിയില്ല. അദ്ദേഹം 1.5 മണിക്കൂറിലധികമൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പേപ്പർ നോക്കാതെ പ്രസംഗിക്കുന്നയാളാണ്. ഒപ്പം തന്നെ വിജയകാന്ത് മനസ്സിൽ തൊട്ട് ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ച നേതാവാണ്. എന്നാൽ സ്റ്റാലിൻ ചെറിയൊരു തുണ്ട് പേപ്പർ കൊണ്ടുവന്ന് മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളാണ്. പക്ഷേ വിജയ്ക്ക് ഒരു വലിയ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഈ പ്രശസ്തിയൊക്കെ വിട്ടിട്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെ ആരാണ് വിളിച്ചത് എന്ന് സീമാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഞാൻ പോരാടാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് വിജയ് പറയുമ്പോൾ ആരാണ് നിങ്ങളെ പോരാടാൻ വിളിച്ചത് എന്ന് സീമാൻ ചോദിക്കുന്നു. മാത്രമല്ല, TVKക്കെതിരെ തന്നെ വലിയ വിമർശനം. അതിനൊരു ഐഡിയോളജി ഇല്ല, ആശയമില്ല. ഒരു കൂട്ടമായി വന്ന് TVK എന്നൊക്കെ അലറുന്ന കുറെ ആളുകൾ മാത്രമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ നിലവിൽ TVK ഈ ഒരു നാം തമിഴർ കക്ഷി എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട കക്ഷിയായി ഉയർന്നു വരാൻ. അപ്പോൾ അതിനെ കൂടി പ്രതിരോധിക്കുന്ന തരത്തിൽ കൂടിയാണ് അദ്ദേഹം വിമർശനം നടത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിലും കുറെ പേർ വിജയ് ഇങ്ങനെ വിമർശിക്കാനാണ് സാധ്യത. ഗോകുൽ, വിജയുടെ മാസ് ഡയലുകൾ വലിയ ആളെ കൂട്ടുമ്പോൾ പക്ഷേ അതിനെ അവഗണിക്കുകയാണ് മറ്റ് കക്ഷികൾ. ഇപ്പോൾ സീമാന്റെ ഭാഗത്ത് കടുത്ത പരിഹാസമാണ് വിജയ്ക്ക് നേരെ, TVK നേരെ ഉയർന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.